പശ്ചിമേഷ്യ വലിയൊരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇറാനെ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ അണിയറയിൽ കടുത്ത ഭിന്നത. അതേസമയം അമേരിക്കൻ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ട് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ലോകത്ത് എന്ത് സംഭവിച്ചാലും ഇസ്രയേലിനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത അമേരിക്കയും അവരുടെ നെടുംതൂണായ ഇസ്രയേലും തമ്മിൽ ഇത്ര വലിയൊരു വിള്ളലുണ്ടായേക്കുമെന്ന് ആരും കരുതിയിരുന്നതല്ല. പശ്ചിമേഷ്യ മറ്റൊരു വലിയൊരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇറാനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ അണിയറയിൽ കടുത്ത ഭിന്നതയിൽ തുടരുന്നത്. അമേരിക്കൻ മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. റിപ്പോർട്ട് പ്രകാരം മെയ് 19 ട്രംപും നെതന്യാഹുവും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണം അതീവ പിരിമുറുക്കം നിറഞ്ഞതായിരുന്നു. സംഭാഷണത്തിന് ശേഷം നെതന്യാഹു വളരെ ടെൻഷനിലായിരുന്നു. അതിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അതൃപ്തിയും അസ്വസ്ഥതയും എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാവുകയാണ്. ഇറാനെതിരായ ആക്രമണം വീണ്ടും ആരംഭിച്ച് അവരുടെ സൈനിക ശേഷിയെ കൂടുതൽ തകർക്കുകയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യണമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതിലൂടെ ഇറാനിയൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയുടെ സമീപനം അത്ര കടുത്തതല്ലെന്ന സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. ആക്രമണങ്ങൾക്ക് പകരം ഒരു കരാറിലൂടെയോ നയതന്ത്ര ധാരണയിലൂടെയോ പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് ഇപ്പോൾ കൂടുതൽ താൽപര്യം കാണിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഖത്തർ, UAE തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരായ ചില ആക്രമണങ്ങൾ താൽക്കാലികമായി മാറ്റിവെച്ചതെന്നും ട്രംപ് തന്നെ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മുഴുവൻ മേഖലയെയും അസ്ഥിരമാക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം മനസ്സിലാക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം തന്നെ ഇറാനുമായുള്ള സമാധാന ശ്രമങ്ങൾ ശക്തമാക്കാൻ ഖത്തറും പാകിസ്ഥാനും ചേർന്ന പുതിയൊരു സമാധാന മെമ്മോ തയ്യാറാക്കിയതായ റിപ്പോർട്ടുകളുമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിടവ് കുറയ്ക്കാനാണ് ഈ ഒരു നീക്കം. ഇറാന്റെ ആണവ പദ്ധതി, ഹോർമുസ് കടലിടുക്ക് ഉപരോധങ്ങൾ തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ 30 ദിവസത്തെ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലൊരു ലെറ്റർ ഓഫ് ഇന്റന്റ് തയ്യാറാക്കാനാണ് മധ്യസ്ഥരുടെ ശ്രമം. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഇതിനായി ഇറാനിൽ എത്തിയതായും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.